അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് വീണ്ടും പുതിയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എവിടെയാണ് എങ്ങോട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വഴിയെ ഞാൻ അറിയിക്കാം. ഞാനിപ്പോൾ ഉള്ളത് കുമരകത്താണ്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന തമിഴ്നാട്ടിലേക്കാണ്. നമ്മളിന്നൊരു 150 കിലോമീറ്റർ ഏറെക്കുറെ നമ്മൾ ഓടിച്ച് വണ്ടി ഒതുക്കിയിട്ട് ഇന്ന് ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളും ക്യാമ്പിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെ ക്യാമ്പിംഗ് ആയിരിക്കും. സ്പോട്ടൊക്കെ നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ ഒരു 3 മണിയായിട്ട്. അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം കേട്ടോ. അപ്പോൾ പോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങോട്ടാണ് എന്താണ് എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കൂടെ ഉണ്ടാവണം. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ലഗേജും കാര്യങ്ങളും എല്ലാം തന്നെ പുറകിൽ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് പോകെ കിടിലം കാഴ്ചകളോട്ട് കാണാം. ഓക്കെ, നമ്മൾ പുനലൂർ വന്നു. പുനലൂർ ഇവിടെ നമ്മൾ തെന്മലയ്ക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പെട്രോൾ പമ്പിൽ വന്നു. ഇവിടെ രാത്രി സ്റ്റേ ചെയ്യാനായിട്ട് പോകണം. നമ്മളിവിടെ ഒരു സാറിനോട് ചോദിച്ചു. അപ്പോൾ സാർ ഓക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൻ്റെ താഴെ ടെൻ്റ് അടിച്ചോളാം. ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട് സാറ് മാനേജർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ 24 അല്ലേ, അപ്പോൾ സേഫാണ്. നമ്മളങ്ങനെ പുനലൂരിൽ വന്നിട്ടുണ്ട്. പുനലൂരിലെ നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ ക്ലോസ് ചെയ്തിട്ടേക്കണം. അപ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ല. രാത്രി ആകുമ്പോൾ അടയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. നമ്മൾ പുനലൂർ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു അടിപൊളി കാഴ്ചയാണ്. നമ്മളൊരു ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടിപൊളി ഒരു സെറ്റപ്പാണ് കേട്ടോ. ഏതായാലും ഇപ്പോൾ അടച്ചിട്ടേക്കുവാണ്. പകൽ അത് ഓപ്പൺ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ രാത്രി 10 മണി ആയിട്ടുണ്ട്. നമ്മളിത് പുനലൂരിൽ നിന്ന് തെന്മലയ്ക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു HP-യുടെ പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ പമ്പിൽ നമ്മൾ വന്നിട്ട് വണ്ടിയൊക്കെ വെച്ചു. നമ്മളിത് ഈ ടെൻറ്റ് ഇവിടെ അടിച്ചു കേട്ടോ. ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ റോഡിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമുക്ക് വണ്ടി കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഒരു ചെറിയ പാർക്കിംഗ് ഏരിയ പോലെയാണ് പമ്പിൻ്റെ തന്നെ. അപ്പം ഈ ഭാഗത്തേക്ക് വണ്ടി വരുന്നത്, വണ്ടീനെ കയറി ഇറങ്ങി പോവുള്ളൂ. ഇവിടെ നമ്മൾ സേഫാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. ചെറിയ രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ കോൾഡ് അടിക്കുന്നുണ്ട്. ഞാനപ്പോൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനിപ്പോൾ പുനലൂർ ഇടമണ്ണ്. ഇതിപ്പോൾ ഒരു ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഗമണ്ണൊക്കെ കയറുന്ന പോലെ തന്നെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരു സംഭവമുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഇടമൺ ടൗണിൽ തന്നെ ഒരു പെട്രോൾ പമ്പിൽ, പുതിയ പെട്രോൾ പമ്പായിരുന്നു കേട്ടോ. അവിടെ ഞാൻ വണ്ടി ഒതുക്കി, അവിടെ വണ്ടി വെച്ചു. നമ്മുടെ തോർത്തും സോപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്പോൾ ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ വന്നപ്പോൾ കണ്ടിരുന്നേ. ഇന്നലെ രാത്രി ഒരു തുള്ളി പോലും ഉറങ്ങിയില്ലെന്ന് വേണം പറയാം. വെളുപ്പിനെ 3 മണി കണ്ട് കഴിഞ്ഞിട്ടാണ് ഒന്ന് ഉറങ്ങിയത് കേട്ടോ. കാര്യം ഈ 24 പമ്പായതുകൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ വണ്ടി വന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ടേ. അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട്. ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആ പമ്പിൽ ചേട്ടനോട് ചോദിച്ചു, ഇവിടെ അട്ട വല്ലതും ഉണ്ടെന്ന് ചോദിച്ചു. അട്ട ഉണ്ടെങ്കിൽ കുളി നടക്കില്ല, വെള്ളം കുഴപ്പമില്ല, പക്ഷേ ഇറങ്ങാനുള്ള കടവുണ്ടെന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കുളിക്കാം. ആദ്യം തന്നെ പല്ലൊക്കെ തേക്കട്ടെ. എൻ്റെ സൗണ്ട് പോയി കേട്ടോ. ഉണ്ടായിരുന്ന സൗണ്ട് പോയി കിട്ടി. രാത്രി നല്ല മഞ്ഞായിരുന്നു. പല്ല് തേക്കട്ടെ. നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി കേട്ടോ. ഇത് കണ്ടോ, നമ്മളിത് കുളിച്ച സ്ഥലം ഇവിടെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇടമണ്ണ്, അതായത് കൊല്ലം പുനലൂരിൽ നിന്ന് നമ്മുടെ തെന്മല തെങ്കാശി പോകുന്ന റൂട്ടിൽ ഇടമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു തോട് കണ്ടു പാലത്തിനോട് വെച്ചിട്ട്. അപ്പം തൊട്ടപ്പുറത്തിന് പമ്പുണ്ട്. പമ്പിൽ കയറി ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് പിന്നെ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് അവിടെ നിന്ന് സാധനമൊക്കെ എടുത്ത് ഞാൻ തോർത്തും പേസ്റ്റും സാധനമൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കുളിച്ചിട്ടു. നല്ല അടിപൊളി കടവ്. നല്ലതായിട്ട് മീൻ കുത്തുന്നുണ്ട്. അപ്പം ഇത്ര ഒഴുക്കിനകത്തും കുഞ്ഞു മീനുകളുണ്ട്. അപ്പോൾ ഫിഷ് മസാജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ആ ഒഴുക്കിൽ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നല്ല ഒഴുക്കിൽ നിന്നിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. രാവിലെ നല്ല ഫ്രഷായി കുളിച്ചു, അടിപൊളിയായിട്ട് കുളിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ പോകുന്ന വഴി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി നമ്മൾ പോകും. നല്ല തണുത്ത വെള്ളത്തിൽ നല്ല കിടിലൻ കുളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് വണ്ടി എടുത്തിട്ട് വിട്ട് പോകാം. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇടമണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ 3 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വൈകുന്നേരം നമ്മൾ രാത്രി ഒരു 7:30-8 മണിയോട് കൂടി നമ്മൾ പുനലൂർ വന്നു. അവിടെ നമ്മൾ ടെൻ്റ് അടിച്ചു. നമ്മൾ പോകുന്ന വഴി വീഡിയോ എടുക്കുക എന്നുള്ളൊരു പ്ലാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് തെങ്കാശിയും കഴിഞ്ഞിട്ട് തിരുനെൽവേലിയും കഴിഞ്ഞിട്ട് തിരുച്ചെണ്ടൂർ എന്ന് പറയുന്ന ഒരു കോവിലാണ്, ഒരു മുരുകൻ ക്ഷേത്രമാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് അവിടെ ഒരു പ്രത്യേക ദിവസമാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ പെട്ടെന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഞാനിങ്ങനെ ഇറങ്ങിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനായിട്ടുള്ള ഞാൻ ട്രൈപ്പോഡും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുളിക്കണം ആ ഒരു സമയത്ത് കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുക്കാമെന്ന് ഓർത്തുണ്ട്. പക്ഷേ നമ്മുടെ ഈ ട്രൈപ്പോഡൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ഒരു 160-170 കിലോമീറ്ററോളെങ്കിലും ഓടാനുണ്ട്. ഇവിടുന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുച്ചെണ്ടൂരേക്കാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെണ്ടൂർ മുരുകക്ഷേത്രം. പഴനി പോലെ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുരുകൻ്റെ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുച്ചെണ്ടൂർ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഫ്രീ ആവും. പിന്നെ നമുക്ക് സമാധാനമായിട്ട്
ജസ്റ്റ് തമിഴ്നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നമുക്ക് വരാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് നല്ല അടിപൊളി കാഴ്ചകളാണ്. തെങ്കാശിയുടെ അടിപൊളി കാഴ്ചകളും അതുപോലെ തന്നെ തെന്മലയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ എല്ലാം വീഡിയോ ആക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ വീഡിയോ ആ പോകുന്ന റൂട്ടിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആളുകൾ പഴനിയിലേക്കാണ് മുരുകനെ കാണാനായിട്ട് പോകുന്നതല്ലേ. അതുപോലെ തന്നെ അതിനേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തൂത്തുക്കുടിയിലുള്ള തിരുച്ചെണ്ടൂർ ക്ഷേത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ മലയാളികൾക്ക് ഇതുവരെ തിരുച്ചെണ്ടൂർ അവിടെ പോകുമ്പോഴുള്ള കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ളവർ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോ ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ നല്ല കിടിലം പോലത്തെ ആ ഒരു തിരുച്ചെണ്ടൂരിൻ്റെയും തമിഴ്നാടിൻ്റെയും കൃഷിയും ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളെ ടൗണും കാര്യങ്ങളും എല്ലാം സിറ്റി തിരക്കുകളെല്ലാം വിട്ടു ഇനി നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് കയറാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ തൊട്ടരികിലായിട്ട് മഞ്ഞ് മൂടിയ മലനിരകൾ അങ്ങനെ കാണാനാണെന്നുണ്ട്. നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ. നോക്കി, നല്ല മോർണിംഗ് സമയം 7:30 ആയിട്ടുള്ളൂ രാവിലെ. വെയിലൊക്കെ വീണിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റാണ്. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു വെസ്റ്റേൺ ഗേറ്റിൻ്റെ ഏരിയയിലുള്ള ഒരു നോർമൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള തണുപ്പൊന്നുമില്ല. എന്നാൽ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. നോക്കി, മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെസ്റ്റേൺ ഗേറ്റ് മലനിരകൾ കയറി അപ്പുറം ഇറങ്ങുമ്പോഴാണ് നമ്മുടെ തെങ്കാശി തമിഴ്നാട്. അപ്പോൾ നമുക്ക് അടിപൊളി കാഴ്ചകളാണ്. നമ്മൾ പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. അതുകൊണ്ടോ ഈ പാറ പിടിക്കാനാണ്. പാറ നമ്മുടെ പൈനാപ്പിൾ വെച്ചേക്കുവാണെന്ന് തോന്നുന്നു. ഒരു മല കംപ്ലീറ്റ് പൈനാപ്പിൾ വെച്ചേക്കുവാണേ. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പാറ ഇരിക്കണുണ്ടോ? ആ മല കംപ്ലീറ്റ് പാറയെന്ന് തോന്നുന്നു. അതിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് തന്നെ ഒരു ടവറും പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി കാഴ്ച കേട്ടോ. ഇങ്ങനെ പാറ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണ ഒരു വെറൈറ്റി ഒരു കാഴ്ച. നിങ്ങൾ ഈ തെന്മലയെന്നോ തെങ്കാശി എന്നൊക്കെ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കിടിലൻ ഒരു ഐക്കോണിക് പ്ലേസ് ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാവേ. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മളെ തെന്മല എന്ന് പറയുന്ന തെന്മലയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് വേണം പറയാൻ. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴയ ബ്രിഡ്ജാണ്. നമ്മുടെ റെയിൽവേ ട്രാക്കാണ് മുകളിൽ കൂടെ പോകുന്നത്. നിങ്ങൾക്ക് ലൈൻ പോകുന്ന കാണാം കണ്ടോ. തെങ്കാശി റൂട്ടിലേക്ക് ട്രെയിൻ പോകുന്ന ആ ഒരു കൊല്ലം തെങ്കാശി റൂട്ടിലേക്ക് ട്രെയിൻ പോകുന്ന ആ ഒരു പാതയാണ് ഇത്. ശരിക്കും ഒരു വനപാതയാണ് കേട്ടോ. ഒരു ഫോറസ്റ്റ് റൂട്ടാണ് കണ്ടോ. മുകളിലൊക്കെ നോക്കി നല്ല കോട കയറി കിടക്കുകയാണ്. ക്ലൈമറ്റ് അത്യാവശ്യം തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഫോറസ്റ്റ് ഏരിയ ആയപ്പോഴത്തേക്കും ഇതൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് സകല തെന്മലയുടെ തെങ്കാശിയുടെ ഒക്കെ വീഡിയോ നോക്കി ഞങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് കാണുന്ന ആ ഒരു തമ്മിലോ ടൈറ്റിലോ ഒക്കെ ഈ ഒരു വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ ആയിരിക്കും കേട്ടോ. നമ്മുടെ ചാനലിൽ ഈ ഒരു വിഷ്വൽ എടുക്കാൻ പറ്റും. നമ്മൾ എടുക്കാൻ പറ്റിയത് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഈ ഒരു റൂട്ടിൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷം, അതല്ല അതിന് മേളിലെങ്കിലും ആയിട്ടുണ്ടാവും നമ്മൾ തെന്മലയ്ക്ക് ഒരു തവണ വന്നപ്പോഴത്തേക്കും. അന്നൊന്നും ഇതൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. ഇന്ന് ഏതായാലും നേരിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഇത് വീഡിയോ ആക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് നല്ലൊരു അരുവി ഒഴുകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ആലപ്പുഴയ്ക്ക് KSRTC ബസ് വിടുന്നു. എൻ്റെ മോനെ, തെങ്കാശി നിന്നാണോ തെന്മലയിൽ നിന്നാണെന്ന് തോന്നുന്നു. തെന്മലയിൽ നിന്നാണോ തെങ്കാശി നിന്നാണോ ആലപ്പുഴയ്ക്ക് ഡയറക്റ്റ് KSRTC ഉണ്ട് കേട്ടോ. അപ്പോൾ KSRTC കയറിയാലും നിങ്ങൾക്ക് ഇവിടെ വരാവേ. ഇവിടെ വന്നിട്ട് ഏതായാലും നമ്മൾ ഇറങ്ങി വീഡിയോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ. എൻ്റെ സൗണ്ട് പോയി കേട്ടോ. ഇന്നലത്തെ ആ ഒരു തണുപ്പിൻ്റെ ഒരു നല്ലതായിട്ട് അറിയാനുണ്ട്. സംസാരിക്കാൻ പറ്റുള്ള സൗണ്ട് ഇങ്ങനെ തൊണ്ട ഇതാവണുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു അരുവിയല്ല, അത്യാവശ്യം നല്ല വലിയൊരു പുഴയാണ്. ഞാൻ കാണിച്ചത് നോക്കി, അടിപൊളിയല്ലേ നോക്കി. നമ്മൾ പറഞ്ഞ ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴേക്കുള്ള ഒരു വ്യൂ ആണ്. പീസ്ഫുൾ. സൗണ്ട് കേട്ടോ, വെള്ളം ഒഴുകുന്ന സൗണ്ട് കേട്ടോ. തൊട്ടിപ്പറേ തന്നെ നമ്മുടെ തെന്മലയുടെ ആ ഒരു പാലം, അടിപൊളി കാഴ്ച. നോക്കിയേ, നമ്മൾ ആ പാലത്തിന്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. കിടിലൻ പ്ലേസ് കേട്ടോ, കിടിലൻ പ്ലേസ്. ഇത് നമ്മുടെ വണ്ടിയോട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ നമ്മൾ മധുരൈ തെങ്കാശി റൂട്ടിലോട്ട് കടക്കാനായിട്ട് പോകുന്നു. മധുരയ്ക്ക് ഇനി 198 കിലോമീറ്റർ, തെങ്കാശിക്ക് വെറും 21 കിലോമീറ്റർ. മൊത്തം ക്ലൈമറ്റ് മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു അയ്യപ്പൻ കോവിലുണ്ട് കേട്ടോ. നല്ല തണുത്ത ക്ലൈമറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഫോറസ്റ്റാണ്, പക്ക ഫോറസ്റ്റാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം. അടിപൊളി സൂപ്പർ വിഷ്വലൊക്കെ ആണ് നമുക്ക് എടുക്കും. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന പോലെ തന്നെ സെയിം ആണ് കേട്ടോ. നമ്മൾ വെസ്റ്റേൺ ഘട്ടാണല്ലോ, വെസ്റ്റേൺ ഘട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു താഴെ ദൂരേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ തമിഴ്നാടിൻ്റെ ആ ഒരു അടിവാര ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നത് ഇതുണ്ടോ. നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മൾ ഏറെക്കുറെ നമ്മൾ ആ ഒരു ഹിൽ ഏരിയ കംപ്ലീറ്റ് കഴിഞ്ഞു.
ഇനിയിപ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പരന്ന പ്രദേശം, ഒരു അടിവാരം പോലത്തെ ഒരു ഏരിയയും കൃഷിഭൂമിയും അങ്ങനത്തെ സെറ്റപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം കഴിയുമ്പോൾ തന്നെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ കടന്നു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് തമിഴ്നാടിൻ്റെ ഏരിയകളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഇറങ്ങിയാണ്. ഇവിടെ ഒരു തമിഴ്നാടിൻ്റെ ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ ഇവിടെ ചുമ്മാ ഒന്ന് ഇറങ്ങി നിന്നാണ്. ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു തമിഴ്നാടിൻ്റെ ഒരു ലോങ് ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ തെന്മല വന്നപ്പോഴത്തേക്ക് നമ്മളെ വന്ന് മീറ്റ് ചെയ്യും കേട്ടോ. പക്ഷേ പറഞ്ഞാൽ അന്നേരത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരനുണ്ട്, തെന്മലയിലാണ് താമസിക്കുന്നത്. ഞാനിങ്ങനെ പാസ് ചെയ്ത് പോകാൻ കണ്ടിട്ട് അവൻ എന്നെ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു. ഒരു 8-9 വർഷം മേലായിട്ടുണ്ട് അവനെ കണ്ടിട്ട്. ശരിക്കും എറണാകുളത്ത് കളമശ്ശേരിയിൽ വർക്ക് ചെയ്തപ്പോഴാണ് അവനെ കണ്ടത് കേട്ടോ. അവൻ വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ റൂട്ടും കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു തന്നു. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ നമ്പറൊക്കെ തന്നു കേട്ടോ. അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. നമ്മുടെ KSRTC ബസ് തെങ്കാശിക്ക് പോകുന്നുണ്ടോ? ഇവിടുന്ന് ഡയറക്റ്റ് തെങ്കാശിക്ക് KSRTC ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ ആലപ്പുഴയ്ക്കും ബസ്സുണ്ടായിരുന്നു. നമ്മൾ രാവിലെ കണ്ടായിരുന്നു. തെങ്കാശി ടു ആലപ്പുഴ ഡയറക്റ്റ് KSRTC ബസ്സുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തെങ്കാശിയുടെ മണ്ണിലേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കംപ്ലീറ്റ് കാഴ്ചകൾ മൊത്തം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കിഡിലം പോലത്തെ കാഴ്ചകളാണ് കേട്ടോ. സ്ട്രെയിറ്റ് ഹൈവേ. ഇനി നമുക്ക് നേരെ തൂത്തുക്കുടി വരെ സ്ട്രെയിറ്റ് ഹൈവേ ആണ്. അതുപോലെ തന്നെ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി വെയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിട്ടുണ്ട്. നല്ല കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു തമിഴ്നാടിൻ്റെ ഒരു സെറ്റപ്പ് എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ, വിഷ്വൽ കാണിച്ചു തരാവേ. നമ്മൾ ഈ വഴിയാണ് വന്നിട്ടുള്ളത്. നല്ല സ്ട്രെയിറ്റ് ഹൈവേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹിൽ ഏരിയ എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു. ഇതാണ് വെസ്റ്റേൺ ഘട്ട് കാണുന്നത്. നോക്കി, തൊട്ട് താഴെയായിട്ട് തന്നെ നെൽപ്പാടങ്ങൾ നല്ല അടിപൊളിയായിട്ട് കണ്ടോ. നല്ല രസമുണ്ടല്ലേ. ആ പാടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആ ഒരു വെസ്റ്റേൺ ഘട്ട് മലനിരകൾ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ച ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ച ഉണ്ടോ. അടിപൊളി ആംബിയൻസ് ആണ്. അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ ചൂടാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാറ്റുള്ളത് കൊണ്ട് തന്നെ പ്രശ്നമില്ല. ഇതുകൊണ്ടോ KSRTC വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സൈഡ് നോക്കിയേ, തെങ്ങിൻ തോപ്പും ഒരു പാടവും നല്ല പച്ച വിരിച്ച പാടം കിടക്കുന്നുണ്ടോ. തെങ്കാശിക്ക് KSRTC ബസ് പോകുന്നു. ഇനി നമ്മൾ തമിഴ്നാടിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നിങ്ങൾ മിസ് ചെയ്യാണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് തന്നെ കാണണം കേട്ടോ. തെങ്കാശിക്ക് ഇനി 8 കിലോമീറ്ററാണ് കാണിക്കണം. നമ്മളിപ്പോൾ ഒരു ചെറിയ ടൗണിൽ വന്നിട്ടുണ്ട്. ചെറിയ അത്യാവശ്യം വലിയ ടൗണാണ് തമിഴ്നാട്. ഇനി ഇവിടുന്ന് തെങ്കാശി, അവിടുന്ന് തിരുനെൽവേലി, അവിടെ നിന്ന് വേണം നമുക്ക് തിരിച്ചുകൊണ്ടൊരു പോയിട്ട്. ഏതാണ്ട് 100-120 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് ഇനി അങ്ങോട്ട്. ഇതിപ്പോൾ ഈ കംപ്ലീറ്റ് തമിഴ് ബോർഡാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സ്ഥലത്തിൻ്റെ പേര് പുലിയറ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇതിപ്പോൾ ചെങ്കോട്ടൈ ടൗണാണ്. അത്യാവശ്യം വലിയ ടൗണാണ്. ഇവിടെ ആരും ഹെൽമറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഇഷ്ടംപോലെ അമ്പലങ്ങളും നല്ല തിരക്കും. അതുപോലെ രാവിലെ എല്ലാ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗൈസ്, നിങ്ങൾ ഈ കാഴ്ചകളെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ തന്നെ വരണം കേട്ടോ. എന്നാ ഒരു ലുക്കാന്ന് നോക്കി, ആ ഒരു ട്രാക്ടർ ഓടുന്ന ആ ഒരു സീൻ കണ്ടോ. ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളി വെസ്റ്റേൺ ഘട്ട് മലനിരകളും പാടവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സൈലന്റ് അടിപൊളി ഏരിയ, ഒന്നും പറയാനില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തെങ്കാശിയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തെങ്കാശിയുടെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മുടെ കാശി വിശ്വനാഥൻ ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം ഉണ്ടോ. ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കാശി വിശ്വനാഥ ടെമ്പിളിന് മുമ്പിൽ വന്നിട്ടുണ്ട്. തെങ്കാശിയിലെ ഏറ്റവും പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ കേട്ടോ. നമുക്ക് ജസ്റ്റ് കയറി കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരുന്നിട്ടൊക്കെ നമുക്ക് പോവാം. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ചെരുപ്പൊക്കെ അവിടെ ഉരുളാം കേട്ടോ. അതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. വലിയ ക്ഷേത്രമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഗോപുരം നോക്കി അടിപൊളിയല്ലേ. പാട്ടിട്ടതുകൊണ്ട് നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ. നല്ല വോളിയത്തിൽ പാട്ടിട്ടതുകൊണ്ടോ. മുരുകൻ്റെ പാട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് വീഴും. അപ്പോൾ ഞാനതുകൊണ്ട് ജസ്റ്റ് വീഡിയോസെല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ രാവിലെ സമയം 11 മണി ആയിട്ടുണ്ട്. നോക്കി, അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കാണുന്നത് മെയിൻ ഗോപുരം. നമുക്ക് അങ്ങ് ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ തന്നെ 2 ആനയുടെ വിഗ്രഹം ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു കല്ല് കൊത്തി വെച്ചേക്കുന്ന 2 ആനയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന കംപ്ലീറ്റ് ഗോപുരമാണ് നമ്മുടെ തമിഴ്നാടിന് ആ ഒരു സ്ട്രക്ചറിലുള്ള കംപ്ലീറ്റ് ദേവി ദേവന്മാരുടെ എല്ലാം വിഗ്രഹങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ തിരുനെൽവേലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി
അമ്പലത്തിനകത്ത് കയറിയില്ല കേട്ടോ. കാര്യം നമുക്കിവിടെ നിന്ന് ഇനിയും നല്ല ദൂരം പോകാനുണ്ട്. ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നേരെ തിരുനെൽവേലിയിൽ നിന്ന് നമ്മൾ തിരിച്ചുകൊണ്ടൊരു റൂട്ടിലേക്ക് പോകും. അപ്പോൾ അത്യാവശ്യം നല്ല ദൂരം ഓടാനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മണിയാവും തോന്നുന്നു. ഇപ്പോൾ ഏകദേശം 10 മണിയായി. 1 മണിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. 3 മണിക്കൂർ ഓട്ടം ഉണ്ടെന്നാണ് ഞാൻ നോക്കി പറഞ്ഞത്. കാര്യം നമ്മുടെ തമിഴ്നാടിൻ്റെ ഏറ്റവും കിഴക്കേറ്റത്ത് ബേ ഓഫ് ബംഗാളിൻ്റെ അരികിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടം വരെ ഓടിയെത്തണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നല്ല ബ്ലോക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ടൗണിൽ തെങ്കാശി ടൗണാണ്, നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ടൗൺ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ വിട്ടങ്ങ് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തെങ്കാശി പട്ടണത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ സുഹൃത്തുക്കളെ. നല്ല അടിപൊളി ഒരു തമിഴ്നാട് സിറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല തിരക്കും, നല്ല എന്താ പറയുക, നല്ല കാറ്റാണ് കേട്ടോ. ഫുൾ ടൈം നല്ല കാറ്റ്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് മഴ ഇങ്ങനെ 1-2 തുള്ളികളൊക്കെ വെച്ച് വീഴുന്നുണ്ട്. എന്നാലും നല്ല വെയിലാണ് ഇവിടെ. പിന്നെ ഉണ്ടല്ലോ, ആരും ഹെൽമെറ്റ് ഒന്നും വെക്കുന്നില്ല. കുറച്ച് ആളുകൾ മാത്രമാണ് ഹെൽമെറ്റ് വെക്കുന്നത് കേട്ടോ. തിരുച്ചെണ്ടൂരിന് ഇനി 52 കിലോമീറ്റർ, അല്ല 59 കിലോമീറ്റർ. തൂത്തുക്കുടിക്ക് 52 കിലോമീറ്റർ. നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് തിരുനെൽവേലിയാണ്. തിരുനെൽവേലി ടൗണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഈ ഡയറക്റ്റ് നേരെ തിരുച്ചെണ്ടൂർക്ക് പോവുകയാണ് ഈ വഴി. നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. കാരണം ഏതാണ്ട് 1 ലക്ഷം പേര് വരുന്ന ഒരു ഫങ്ഷനാണ് ഇന്ന്. ഈ സൂര്യപത്മനെ വധിക്കുന്ന ദിവസമാണ് ശരിക്കും. അപ്പം എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു സെറിമണി ആണെന്നുള്ളത്. ഏതായാലും നമ്മൾ വന്നു, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. 8 കിലോമീറ്റർ മുമ്പിൽ തന്നെ ബ്ലോക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് പോയി നോക്കാം. നമുക്കിന്ന് പോകാനായിട്ട് പറ്റില്ല. കാര്യം 1 ലക്ഷത്തിന് മുകളിൽ ആൾ വരുന്നുണ്ട് അവിടെ. അപ്പോൾ അത് ഭയങ്കര സെറിമണിയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് വണ്ടി പോലും എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പ് ചോദിച്ചു കേട്ടോ. ഒരു ചെറിയൊരു ടെമ്പിളാണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോഴത്തേക്കും ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ ഞാൻ ടെൻ്റ് അടിച്ചു. നല്ല അടിപൊളി ഒരു പ്ലേസാണ്. നല്ല ഇതുണ്ടോ, നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ടയർഡായിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ ഒരു അമ്പലത്തിൻ്റെ പൂജയും കാര്യങ്ങളുണ്ട്. മാരിയമ്മൻ ക്ഷേത്രമാണ്. ഇദ്ദേഹമാണ് അവിടുത്തെ ആളിനോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ആൾ സമ്മതിച്ചു കേട്ടോ. ഞാനപ്പോഴത്തേക്കും വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ എല്ലാം സെറ്റാക്കി. കുറച്ച് നേരം ഒന്ന് കിടക്കണം. സത്യം പറഞ്ഞാൽ നല്ല ടയർഡാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് തിരുനെൽവേലി കഴിഞ്ഞിട്ടൊരു 10 കിലോമീറ്റർ ഉള്ളിലായിട്ടൊരു മാരിയമ്മൻ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു കോവിലാണ്. ഈ ഒരു കോവിലിൽ നമ്മൾ ടെൻ്റ് അടിച്ചു. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുവാണ്. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 2:43 അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇന്നലത്തെ ഏറെക്കുറെ ആ സമയമായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 2:40 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇന്നലെ നമ്മൾ പുനലൂർ സ്റ്റേ ചെയ്തു. അവിടെ നിന്ന് പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോയിരുന്നു 6 മണിക്ക് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ന് തിരുച്ചെണ്ടൂർ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പക്ഷേ ആ ദിവസത്തിന് എങ്ങനെയാണ് എനിക്ക് പറയണമെന്നറിയില്ല. ഞാൻ വിചാരിച്ചത് പഴനി പോലത്തെ ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ തൊഴുതിറങ്ങി പോകാമെന്നുള്ള വിചാരത്തിലാണ് ഞാൻ വന്നത് സത്യം പറഞ്ഞത്. കാര്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഭാഗത്ത് ഈ തിരുനെൽവേലി അതുപോലെ തന്നെ ഇതിന് ചുറ്റിനുള്ള ഒരു 4-5 ഡിസ്ട്രിക്റ്റിൽ വേറെ മുരുകൻ കോവിൽ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതുപോലെയാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു തിരുച്ചെണ്ടൂർ ക്ഷേത്രം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഇവിടുത്തെ മിനിസ്റ്റേഴ്സ്, ഇവിടുത്തെ വമ്പൻ VVIPകൾ, അങ്ങനത്തെ വമ്പൻ ടീമുകൾ, പിന്നെ ഇവിടുത്തെ പബ്ലിക് മൊത്തം കൂടെ ഏതാണ്ട് ഒരു 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ, ഭക്തന്മാർ വരുന്നൊരു ക്ഷേത്രമാണ്. അത് ഇന്നത്തെ ദിവസം ഈ സ്കന്ദഷഷ്ടി എന്ന് പറയുന്ന ഈ ഒരു ദിവസമാണ് ഇത്രയധികം ആളുകൾ വരുന്നത്. അപ്പോൾ ഇതെനിക്കറിയില്ല. കാര്യം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എനിക്കറിയാം. അതായത് നമ്മുടെ മോഹൻലാലിൻ്റെ പാട്ടിൽ പറഞ്ഞ പോലെ സൂര്യപത്മൻ്റെ ഒരു സൂര്യപത്മനെ വധിക്കാനായിട്ട് വന്ന ഒരു മുരുകൻ്റെ ഒരു ചടങ്ങ് നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇത് ഭയങ്കര ഗംഭീരമായിട്ട് 1 മാസം മുമ്പ് ഇവിടുത്തെ കംപ്ലീറ്റ് ഹോട്ടൽസ് കംപ്ലീറ്റ് ബുക്കിംഗ് ആവും. കാണേണ്ട വമ്പൻ ഒരു സെറിമണിയാണ്. പക്ഷെ നമുക്ക് ഈ വണ്ടിയായിട്ട് നമുക്ക് അവിടെ ചെന്ന് എത്തിപ്പെട്ട് അവിടെ നിന്ന് സേഫ്റ്റി ഇല്ലെന്നുള്ളതാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ലോക്കൽസിനെ അന്വേഷിച്ചപ്പോൾ പറയാൻ സാധിച്ചത്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് സേഫ്റ്റി പറയാൻ പറ്റില്ല. പിന്നെ ക്യാമ്പിങ് പുറത്ത് പറ്റത്തേ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പിന്നെ പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പബ്ലിക്കിൽ നമ്മൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്.
കള്ള് കുടിച്ചിട്ട് കള്ളിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു. ഇവിടെയുള്ളവർ തന്നെയാണ് പറയുന്നത്. പിന്നെ റൂംസ് എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു 5000 രൂപയ്ക്ക് മുകളിലേക്കാണ് റൂംസ്. കാര്യം 1 മാസം മുമ്പേ ബുക്കിംഗ് ആണ്. അതായത് ദീപാവലി കഴിഞ്ഞപ്പോൾ തൊട്ടേ ബുക്കിംഗ് തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പോൾ അത്രയും വലിയൊരു ഗംഭീര പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതെനിക്ക് അറിയാൻ പാടില്ലാണ്ടാണ് ഞാൻ വന്നത്. ഞാൻ തിരുനെൽവേലി വന്നതിന് ശേഷം വഴി ചോദിച്ചപ്പോഴാണ് അങ്ങോട്ട് ഇന്ന് പോകണ്ട, അത് ഇന്ന് ഇത്രയും പ്രശ്നമുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാവണത്. അപ്പം ഞാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ രാവിലെ 6:30 വണ്ടി എടുത്ത്, അറിയല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വന്ന് പിന്നെ ഇത്ര നേരം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം നല്ല ടയർഡായിട്ടുണ്ട്, എനിക്ക് പുറമൊക്കെ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അറിയല്ലോ, കുഞ്ഞു വണ്ടിയാണല്ലോ. അപ്പോൾ അത് നമുക്ക് വെച്ച് വിട്ട് പോരാനും പറ്റത്തില്ല. ഏകദേശം ഒരു 45-50 കിലോമീറ്റർ സ്പീഡ് മാക്സിമം അത്ര എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വെറുതെ സൗണ്ട് ഉണ്ടാക്കുകയുള്ളൂ. അത് നമ്മുടെ വണ്ടി ചെറിയ വണ്ടി അറിയല്ലോ, എല്ലാം വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നല്ല പവറുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ഓടിക്കുക എന്നുള്ള രീതിയിലല്ല ശരിക്കും പറഞ്ഞാൽ പോകുന്നത്, നിന്ന് പോകാന്നുള്ള ഓർത്താണ് വന്നത്. പക്ഷേ അതിൽ ഇന്നും അടുത്ത് പോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ടെൻ്റ് അടിച്ചു. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഫുള്ള്, ഇന്ന് എനിക്ക് ക്ഷീണം മൊത്തം ഇവിടെ തീർക്കണം. ഇന്ന് കിടന്നു തുടങ്ങണം, സമാധാനമായിട്ട് കിടന്നു തുടങ്ങണം. എന്നിട്ട് നാളെ ഏർലി മോർണിംഗ് നമ്മൾ പോകും. ബാഗൊക്കെ പറ്റുമെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോൾഡ് വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ കണ്ട കാഴ്ചകളെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. കാര്യം ഈ റൂട്ടിലൊന്നും അങ്ങനെ എല്ലാവരും വരുന്ന റൂട്ടല്ല എന്ന് വേണം പറയാം. പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസ്, കേരളീസ് തെന്മല, തെങ്കാശിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ തിരുനെൽവേലിയൊക്കെ വന്ന് ഇതുപോലെ തിരുച്ചെണ്ടൂരൊക്കെ വരുന്ന സ്ഥിരം ഒരു കോമൺ ആയിട്ടുള്ളൊരു എല്ലാവരും വരുന്നൊരു സ്ഥലമൊന്നുമല്ല. അപ്പം ഇവിടുത്തെ ട്രാവലിങ്ങും അതുപോലെ റിസ്ക് എലമെൻറ്റും എല്ലാം ഉണ്ട്. പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾക്ക് പബ്ലിക്കലി നമ്മൾ പുറത്ത് ടെൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കള്ളുകുടിക്കാരൊന്ന് പ്രശ്നം ഉണ്ടാക്കി അവർ അലമ്പുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വന്ന ലോറിയൊക്കെ തല്ലിപ്പൊളിച്ച് അങ്ങനെ മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആളുകളായിട്ട് അവർ എത്ര നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ ഏതായാലും നമുക്കത് പറ്റത്തില്ല. ഇവിടെ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും ഇവർ സമ്മതിച്ചു കേട്ടോ. അപ്പം നമുക്കിനിയിപ്പോൾ രാത്രി ഫുൾ ഇവിടെ ആളും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ സേഫാണ്. ഇനി വേറെ ആരും വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. പിന്നെ അമ്പലം കൂടെ ആണല്ലോ. പിന്നെ നമ്മൾ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടുമില്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇന്ന് സ്റ്റേ ചെയ്യണം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ്, നമ്മൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്പോട്ടുകളിലൂടെ പോകുന്ന വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വരാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം, മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.